സംസ്ഥാനത്ത് ഇന്ന് 27,487 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 99,748 പരിശോധനകളാണ് നടന്നത്. മരണസംഖ്യ 65. ഇപ്പോൾ ചികിത്സയിലുള്ളത് 4,19,726 പേരാണ്. കഴിഞ്ഞ 3 ദിവസത്തെ ശരാശരി എടുക്കുമ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇന്നത്തേത് 26.5 ആണ്. സംസ്ഥാനത്ത് 50% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റുള്ള 72 പഞ്ചായത്തുകളുണ്ട്. 300-ലധികം പഞ്ചായത്തുകളിൽ 30% മുകളിലാണ്. 500 മുതൽ 2000 വരെ ആക്റ്റീവ് കേസ് ലോഡുള്ള 57 പഞ്ചായത്തുകളുണ്ട്. എറണാകുളം ജില്ലയിൽ 50% ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റുള്ള 19 പഞ്ചായത്തുകളാണുള്ളത്. ഇത് ഗൗരവമേറിയ സാഹചര്യമാണ്. കണ്ണൂർ, തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുതലായി തന്നെ തുടരുകയാണ്. ഈ ജില്ലകളിൽ കൂടുതൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണം. മറ്റ് ജില്ലകളിൽ പതുക്കെ കുറഞ്ഞു വരുന്നുണ്ട്. മെയ് 15 വരെ ഉള്ളൊരു നിലയെടുത്താൽ അപ്പോഴേക്കും 450 മെട്രിക് ടൺ ഓക്സിജനോളം നമുക്ക് ആവശ്യമായി വരും എന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അപ്പോൾ ഓക്സിജൻ വേസ്റ്റേജ് കുറക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ആവശ്യത്തിലധികം ഓക്സിജൻ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ചിലപ്പോൾ ചില ലീക്ക് അതുപോലുള്ള കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നതായിരിക്കും. അത് പരിശോധിക്കും. അതിനായി എല്ലാ ജില്ലകളിലും ടെക്നിക്കൽ ടീം ഇത് പരിശോധിക്കുകയും ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാർ 3 ഓക്സിജൻ പ്ലാന്റുകൾ കൂടി അനുവദിച്ചിട്ടുണ്ട്. ആരോഗ്യപ്രവർത്തകർ, ഡോക്ടർമാർ ഈ ഘട്ടത്തിൽ കൂടുതൽ ഉണ്ടാവുക എന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. കൂടുതൽ ഡോക്ടർമാരെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും താൽക്കാലികമായി നിയമിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. റിട്ടയർ ചെയ്ത ഡോക്ടർമാർ, ലീവ് കഴിഞ്ഞ ഡോക്ടർമാർ, ഇവരെയൊക്കെ ഇതിനായി ഉപയോഗിക്കാൻ പറ്റും. ആരോഗ്യപ്രവർത്തകരുടെ അഭാവം ഉണ്ടാകാതിരിക്കാൻ ആരോഗ്യവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കും. ഡോക്ടർമാരെയും നഴ്സുമാരെയും ആവശ്യാനുസരണം താൽക്കാലികമായി നിയമിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത്. പഠനം പൂർത്തിയാക്കിയവരെ സേവനത്തിലേക്ക് കൊണ്ടുവരണം. ഉപരിപഠനത്തിനൊക്കെ പോയവരുണ്ടാവും, അവർ പഠനം കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവരും വേഗം തന്നെ സേവനത്തിലേക്ക് തിരിച്ചു വരണം. CFLTCകൾ, CSLTCകൾ, DCCകൾ ഇവയൊക്കെ ഇല്ലാത്തിടത്ത്
ഇല്ലാത്ത ചില പഞ്ചായത്തുകൾ ഉണ്ട്. അവിടെ ഉടനെ സ്ഥാപിക്കണം. വാർഡ് തല സമിതികൾ ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൾസ് ഓക്സിമീറ്റർ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിയെടുക്കും. അതിനുള്ള എല്ലാ സാധ്യതയും തേടും. ഇപ്പോൾ വന്നൊരു നിർദ്ദേശമുണ്ട്. അതിൻ്റെ ഭാഗമായി സ്റ്റാർട്ടപ്പുകളടക്കം ബന്ധപ്പെട്ട് തുടർ നടപടി സ്വീകരിക്കാനാകുമോ എന്ന് പരിശോധിക്കും. റംസാൻ പ്രമാണിച്ച് ഹോം ഡെലിവറി സൗകര്യം ശക്തമാക്കുന്നതാണ്. ഇതിന് കൊല്ലത്ത് പ്രത്യേക ഒരു മൊബൈൽ ആപ്പ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആ മാതൃക സംസ്ഥാനത്താകെ വ്യാപകമാക്കുന്നത് നന്നാവുമെന്നാണ് കണ്ടിട്ടുള്ളത്. മത്സ്യലേലത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ വല്ലാതെ കൂട്ടം കൂടുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് ചിലയിടത്ത്. അത് ഒറ്റപ്പെട്ട രീതിയിലാണ്, ഒറ്റപ്പെട്ട സ്ഥലത്ത് മാത്രമാണ് അതുണ്ടാകുന്നത്. അതും നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കി നേരത്തെ ഉണ്ടാക്കിയ ക്രമീകരണം, ആൾക്കൂട്ടമില്ലാത്ത അവസ്ഥ, അത് തുടരാനാവണം. സംസ്ഥാന സർക്കാർ വാങ്ങാൻ തീരുമാനിച്ച 1 കോടി വാക്സിനിൽ 3.5 ലക്ഷം ഡോസ് വാക്സിനുകൾ ഇന്ന് സംസ്ഥാനത്തെത്തി. കോവിഷീൽഡ് വാക്സിൻ. ഇത് ഗുരുതരമായ രോഗം ബാധിച്ചവർ, വീടുകളിലെത്തുന്ന വാർഡ് തല സമിതികളിലെ സന്നദ്ധ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, സന്നദ്ധ സേനാംഗങ്ങൾ, അതിൻ്റെ വളണ്ടിയർമാർ, ഇങ്ങനെയുള്ള മുൻഗണനാ ഗ്രൂപ്പിനാണ് ആദ്യം വാക്സിൻ നൽകുക. നേരത്തെ ആ മുൻഗണനാ ക്രമം തീരുമാനിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് വാക്സിൻ നൽകുന്ന എടുക്കുക. 161 പഞ്ചായത്തുകളിൽ ഇപ്പോൾ ജനകീയ ഹോട്ടലുകളില്ല. ഈ പഞ്ചായത്തുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കേണ്ടി വരും. കുടുംബശ്രീ നേതൃത്വത്തിലും മറ്റും പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലുകൾ വഴി അവ പ്രവർത്തിക്കുന്നിടത്ത് ഭക്ഷണം നൽകുന്ന സ്ഥിതി ഉണ്ടാവും. കോവിഡ് വ്യാപന ഘട്ടത്തിൽ ഒരു കാരണവശാലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്നത് പ്രത്യേകമായി തന്നെ വകുപ്പുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട് ചെലവാകുന്ന തുക പഞ്ചായത്തുകൾക്ക് അവരുടെ പ്ലാൻ ഫണ്ടിൽ നിന്നും ഉപയോഗിക്കാം. അതിനുള്ള തദ്ദേശ വകുപ്പിൻ്റെ ഉത്തരവ് നിലവിലുണ്ട്. അതനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം ചെലവഴിക്കാൻ കഴിയും. പൈസ ഇല്ലാത്തതുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകരുത്. ഒരു കാര്യം
ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത് ലോക്ക്ഡൗൺ സമയത്ത് അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്നുള്ളത് തന്നെയാണ്. ചില അത്യാവശ്യ കാര്യങ്ങളുണ്ടാവും. ഇപ്പം അടുത്ത ബന്ധു മരണപ്പെട്ടു, അവിടെ പോവുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അത്തരം അത്യാവശ്യ കാര്യങ്ങൾക്ക് അനുമതി നൽകാനുള്ള സംവിധാനവുമുണ്ട്. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ശക്തമായി നടപ്പാക്കുന്നുണ്ട്. ഇതിൽ കോവിഡ് വ്യാപനത്തിൻ്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പൊതുജനങ്ങൾ ക്രിയാത്മകമായി പ്രതികരിക്കുന്നത്. വലിയ സഹകരണമാണ് സംസ്ഥാനത്താകെ ബഹുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പ്രധാന റോഡുകളിലെല്ലാം പോലീസിൻ്റെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവശ്യ സർവീസ് വിഭാഗങ്ങൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുമുണ്ട്. അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് പുറത്തിറങ്ങുന്നതിന് അനുവാദമുണ്ട്. പക്ഷെ അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇന്നലെ അവധി ദിനമാണല്ലോ. 16,878 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇന്നലെ നിരത്തുകളിൽ നിയോഗിച്ചിരുന്നത്. ഇന്ന് 25,000 പേരാണ് ആ ജോലി ചെയ്യുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ യാത്ര ചെയ്യുന്നതിനായി ഓൺലൈൻ പാസ് നൽകുന്ന പോലീസ് സംവിധാനം ശനിയാഴ്ച നിലവിൽ വന്നു. പ്രവർത്തനക്ഷമമായി 12 മണിക്കൂറിനകം 1,00,000 അപേക്ഷകളാണ് ലഭിച്ചത്. ഇത്രയും അപേക്ഷകർക്ക് പാസ് നൽകുന്നത് ലോക്ക്ഡൗണിൻ്റെ ലക്ഷ്യത്തെ തന്നെ പരാജയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് യാത്രയുടെ ഉദ്ദേശം ശരിയായി വിലയിരുത്തി ആവശ്യത്തിൻ്റെ ഗൗരവസ്ഥിതി ബോധ്യപ്പെട്ട് മാത്രമേ പാസ് നൽകാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെടുത്തിയിട്ടുള്ളവർക്ക് അതത് സ്ഥാപനത്തിൻ്റെ തിരിച്ചറിയൽ കാർഡ് ഉണ്ടെങ്കിൽ പാസ് വേണ്ട. ദിവസേന യാത്ര ചെയ്യേണ്ടി വരുന്ന വീട്ടുജോലിക്കാർ, ഹോം നഴ്സുമാർ, തൊഴിലാളികൾ എന്നിങ്ങനെയുള്ളവർക്ക് സാധാരണഗതിയിൽ തിരിച്ചറിയൽ കാർഡ് വേണമെന്നില്ല. ഈ വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷിച്ചാൽ മുൻഗണനാ അടിസ്ഥാനത്തിൽ പാസ് നൽകാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത കടയിൽ നിന്ന് മരുന്ന്, ഭക്ഷണം, പാല്, പച്ചക്കറി ഇവയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ സത്യവാങ്മൂലം കയ്യിൽ കരുതിയാൽ മതി. ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന പോലീസ് സേനാംഗങ്ങളിൽ പലരും രോഗബാധിതരാകുന്നുണ്ട്. നിലവിൽ 1259 പോലീസ് ഉദ്യോഗസ്ഥരാണ് രോഗബാധിതരായിട്ടുള്ളത്. ഇതിൽ പരമാവധി പേരും വീടുകളിൽ തന്നെയാണ് കഴിയുന്നത്. അവർക്ക് മെഡിക്കൽ സഹായം എത്തിക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി നഗരങ്ങളിൽ പോലീസുകാർക്ക് പ്രത്യേക CFLTC സൗകര്യമൊരുക്കി. മറ്റ് ജില്ലകളിൽ ആവശ്യമുണ്ടെങ്കിൽ CFLTC സൗകര്യമൊരുക്കാൻ
ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കോവിഡ് ഒന്നാം തരംഗത്തിൽ നമുക്ക് മുൻപിലുണ്ടായിരുന്ന വഴികൾ രോഗം പടരാതെ നോക്കുക എന്നതും രോഗബാധിതരാകുന്നവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുക എന്നതുമായിരുന്നു. അവ ഫലപ്രദമായി നടപ്പാക്കിയതുകൊണ്ടാണ് രോഗബാധ 11% ആളുകളിൽ ഒതുക്കാനും മരണനിരക്ക് വളരെ കുറഞ്ഞ തോതിൽ നിലനിർത്താനും നമുക്ക് സാധിച്ചത്. എന്നാൽ രണ്ടാമത്തെ തരംഗം കൂടുതൽ തീവ്രമാണ്. കൂടുതൽ ശക്തമായി മുൻകരുതൽ മാനദണ്ഡങ്ങൾ നടപ്പാക്കുകയാണ് വേണ്ടത്. ഡബിൾ മാസ്കിങ് അല്ലെങ്കിൽ N95 മാസ്കുകൾ എല്ലാവരും ശീലമാക്കുക, അകലം പാലിക്കുക, കൈകൾ ശുചിയാക്കുക. ഇത്തരം കാര്യങ്ങൾ പാലിക്കാനും അടഞ്ഞ സ്ഥലങ്ങൾ, ആൾക്കൂട്ടം, അടുത്തിടപെടലുകൾ എന്നിവ ഒഴിവാക്കാനും പ്രത്യേക ജാഗ്രത തന്നെ പുലർത്തണം. ആരോഗ്യ സംവിധാനങ്ങളുടെ കപ്പാസിറ്റി ഉയർത്തിയിട്ടുണ്ട്. ആ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു. പക്ഷേ രോഗവ്യാപനം കൂടുതൽ കരുത്താർജിക്കുന്നു. ആ സാഹചര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള സാഹചര്യം വന്നേക്കാം. അതുകൊണ്ടുകൂടിയാണ് ലോക്ക്ഡൗൺ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതാ കേരളത്തിൽ മരണങ്ങൾ കുറയ്ക്കുക എന്നതാണ് ഈ ലോക്ക്ഡൗണിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ ലോക്ക്ഡൗണിനുള്ളത് നമ്മുടെ ജീവൻ്റെ വിലയാണ് എന്നത് മറക്കാതിരിക്കുക. സ്വന്തം സുരക്ഷയ്ക്കും പ്രിയപ്പെട്ടവരുടെ നന്മയ്ക്കും ഈ ലോക്ക്ഡൗൺ ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ കോവിഡ് ചികിത്സാ നിരക്ക് നിശ്ചയിച്ച് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ചില സ്വകാര്യ ആശുപത്രികൾ അമിത ഫീസ് ഈടാക്കുന്നുവെന്ന പരാതിയെ തുടർന്നും ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നും സ്വകാര്യ ആശുപത്രികളുമായി ചർച്ച നടത്തിയാണ് നിരക്കുകൾക്ക് അന്തിമ രൂപം നൽകിയത്. കാസ്പ് പദ്ധതിയിൽ ഉൾപ്പെടുന്നവർക്കും സർക്കാർ റെഫർ ചെയ്യുന്ന രോഗികൾക്കും സൗജന്യമായാണ് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ എംപാനൽ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാക്കി വരുന്നത്. ഇതിൻ്റെ നിരക്കുകൾ സർക്കാർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ ആശുപത്രികൾ നേരിട്ടെത്തുന്ന കോവിഡ് രോഗികൾക്കുള്ള ചികിത്സാ നിരക്കാണ് നിശ്ചയിച്ചത്. NABH അക്രഡിറ്റേഷൻ ഇല്ലാത്ത ആശുപത്രികൾക്കും അക്രഡിറ്റേഷനുള്ള ആശുപത്രികളെയും തരംതിരിച്ചാണ് നിരക്ക് നിശ്ചയിച്ചിട്ടുള്ളത്.
NABH അക്രഡിറ്റേഷൻ ഇല്ലാത്ത ആശുപത്രികളിലെ ജനറൽ വാർഡ് 2645 രൂപ, HDU 3795 രൂപ, ICU 7800 രൂപ, വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ICU 13800 രൂപ. ഇങ്ങനെയാണ് നിരക്കുകൾ. NABH അക്രഡിറ്റേഷനുള്ള ആശുപത്രികളിലെ ജനറൽ വാർഡ് 2910 രൂപ, HDU 4175 രൂപ, ICU 8580 രൂപ, വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ICU 15180 രൂപ. ഇങ്ങനെയാണ് നിരക്കുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. രജിസ്ട്രേഷൻ ചാർജ്, ബെഡ് ചാർജുകൾ, നഴ്സിംഗ് ആൻഡ് ബോർഡിംഗ് ചാർജുകൾ, ശസ്ത്രക്രിയാ വിദഗ്ധർ, അനസ്തെസ്റ്റിസ്റ്റുകൾ, മെഡിക്കൽ പ്രാക്ടീഷണർ, കൺസൾട്ടൻറ്റ് ചാർജുകൾ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, ഓക്സിജൻ, മരുന്നുകൾ, അത്യാവശ്യ പരിശോധനകളായ എക്സ്റേ, USG, ഹെമറ്റോളജി, പത്തോളജി, പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ ഉൾപ്പെടെയാണ് ഈ നിരക്കുകൾ. ഹൈ എൻഡ് പരിശോധനകളായ CT ചെസ്റ്റ്, HRCT ചെസ്റ്റ് എന്നിവയെയും റെംഡെസിവിർ, ടൊസിലാസ്മാബ് തുടങ്ങിയ വില കൂടിയ മരുന്നുകളെയും PPE കിറ്റിനെയും പ്രതിദിന നിരക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇവയ്ക്ക് MRPയിൽ അധികരിക്കാതെയുള്ള തുക മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്ന കർശന വ്യവസ്ഥയുണ്ട്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് നിയമപ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ 10 ഇരട്ടി പിഴ ഈടാക്കുന്നതാണ്. ഇതിനു പുറമെ 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, 2021 കേരള എപ്പിഡമിക് ഡിസീസസ് ഓർഡിനൻസ് തുടങ്ങിയ നിയമപ്രകാരം ജില്ലാ കളക്ടർമാർ തുടർ നടപടികൾ സ്വീകരിക്കും. കോവിഡ് ചികിത്സക്കായി എത്തുന്ന രോഗികളെ എല്ലാ സ്വകാര്യ ആശുപത്രികളും അഡ്മിഷൻ പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിച്ച് ഉടൻ തന്നെ പ്രവേശിപ്പിക്കേണ്ടതാണ്. പ്രവേശന സമയത്ത് ചികിത്സാ ഫീസിനത്തിൽ അഡ്വാൻസായി തുക ഈടാക്കരുത്. കോവിഡ് മാനേജ്മെൻറ്റിനായി സർക്കാർ പുറപ്പെടുവിച്ച എല്ലാ ഉത്തരവുകളും സർക്കുലറുകളും മാർഗനിർദ്ദേശങ്ങളും മുഴുവൻ സ്വകാര്യ ആശുപത്രികളും കർശനമായി പാലിക്കേണ്ടതാണ്. കോവിഡ് 2ാം തരംഗം സമൂഹത്തിനുമേൽ ഏൽപ്പിക്കുന്ന മാനസിക സമ്മർദ്ദത്തിൻ്റെ തീവ്രത കുറക്കാൻ ഒറ്റക്കല്ല ഒപ്പമുണ്ട് എന്ന സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം വളരെ പ്രധാനപ്പെട്ട സേവനമാണ് നൽകി വരുന്നത്. ഓരോ ജില്ലയിലെയും മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം ടീമിൻ്റെ നേതൃത്വത്തിലാണ് ഒറ്റക്കല്ല ഒപ്പമുണ്ട് പദ്ധതി നടപ്പാക്കുന്നത്. സൈക്യാട്രിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ വർക്കർമാർ,
കൗൺസിലർമാർ എന്നിവരെല്ലാം ഈ ടീമിൻ്റെ ഭാഗമാണ്. ഏകദേശം 1400 പേർ ഈ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി ടീം കൂടുതൽ വിപുലമാക്കുകയാണ്. കോവിഡ് പോസിറ്റീവ് ആകുന്നവരുടെ ലിസ്റ്റ് ഓരോ ജില്ലയിലെയും ടീമുകൾക്ക് കൈമാറുന്നു. അവിടെ നിന്നും പോസിറ്റീവ് ആകുന്ന ഓരോ വ്യക്തിയെയും പ്രോട്ടോക്കോൾ പ്രകാരം നേരിട്ട് വിളിക്കുകയും അവർ നേരിടുന്ന മാനസികമായ ബുദ്ധിമുട്ടുകളോ ആവശ്യങ്ങളോ ചോദിച്ചറിയുകയും ചെയ്യുന്നു. മാനസിക ബുദ്ധിമുട്ട് നേരിടുന്നുവെന്ന് കണ്ടാൽ രണ്ടാമത്തെ കോളിൽ സൈക്യാട്രിസ്റ്റ് നേരിട്ട് സംസാരിച്ച് പരിഹാരം നിർദ്ദേശിക്കും. മരുന്നുകൾ ആവശ്യമായി വരികയാണെങ്കിൽ തൊട്ടടുത്തുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്റർ വഴി അവർക്കത് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കും. മറ്റാവശ്യങ്ങൾ ICDS, തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നിവ വഴിയും നിറവേറ്റാൻ ഈ പദ്ധതിയിലൂടെ ശ്രമിക്കും. കോവിഡ് രോഗവിമുക്തരായവരെ 20 ദിവസങ്ങൾക്ക് ശേഷം പോസ്റ്റ് കോവിഡ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് തിരക്കുന്നതിനും കോളുകൾ ചെയ്യുന്നുണ്ട്. കോവിഡ് ബാധിതരായവർക്ക് പുറമെ മാനസിക രോഗമുള്ളവർ, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാതാപിതാക്കൾ, വയോജനങ്ങൾ തുടങ്ങിയ പിന്തുണ ആവശ്യമുള്ളവരെയും ഈ പദ്ധതി വഴി അങ്ങോട്ട് ബന്ധപ്പെടുന്നുണ്ട്. മദ്യം ലഭ്യമല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനാൽ മദ്യപാനാസക്തിയുള്ളവരുടെ ചികിത്സയുടെ ഏകോപനവും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം നിർവഹിക്കുന്നു. 74,087 ഭിന്നശേഷി കുട്ടികൾക്കും മനോരോഗ ചികിത്സയിലിരിക്കുന്ന 31,520 പേർക്കും ഇത്തരത്തിൽ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുന്നതിനാൽ കഴിഞ്ഞ വർഷം ജൂൺ മാസം മുതൽ സ്കൂൾ കുട്ടികളെയും സൈക്കോ സോഷ്യൽ സപ്പോർട്ട് ടീം ബന്ധപ്പെടുന്നുണ്ട്. 7,12,000 സ്കൂൾ കുട്ടികളെയാണ് ഇതുവരെ വിളിച്ചത്. അതിൽ 73,723 കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകി വരുന്നു. പുതുതായി ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. ഏകദേശം 64,000 കോളുകൾ ആരോഗ്യ പ്രവർത്തകരുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനായി വിളിച്ചു കഴിഞ്ഞു. അവർക്കാവശ്യമുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസുകൾ സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും നൽകി വരികയും ചെയ്യുന്നു. ഇതുവരെ 83 ലക്ഷം കോളുകളിലൂടെ 52 ലക്ഷം പേർക്കാണ് ഒറ്റക്കല്ല ഒപ്പമുണ്ട് പദ്ധതി സേവനം നൽകിയത്. എല്ലാ ജില്ലകളിലും മാനസികാരോഗ്യ പരിപാടിയുടെ കീഴിൽ സൈക്കോ സോഷ്യൽ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ലഭ്യമാണ്. ഇതിനു പുറമെ
സംസ്ഥാനാടിസ്ഥാനത്തിൽ ദിശ ഹെൽപ്പ് ലൈൻ 1056 തിരുവനന്തപുരത്തെ നമ്പർ 0471 255 2056. ഈ നമ്പറുകളിൽ 24 മണിക്കൂറിലും സേവനം ലഭ്യമാണ്. കോവിഡിൻ്റെ രണ്ടാമത്തെ തരംഗത്തെ അതിജീവിക്കാൻ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രിക്ക് ഇന്ന് കത്തയച്ചു. കോവിഡ് പ്രതിരോധത്തിൽ കേരളം എപ്രകാരം കേന്ദ്രവുമായി സഹകരിക്കുന്നുണ്ട് എന്നതും കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സെൻട്രൽ അലോക്കേഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം കേരളത്തിന് പുറത്ത് ആവശ്യമായ ഇടങ്ങളിലേക്ക് ഒക്കെ കേരളം റെംഡെസിവിർ ലഭ്യമാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ആവശ്യമായ ഓക്സിജൻ ഉറപ്പുവരുത്താൻ കേരളം പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. പ്രതിദിനം 219 മെട്രിക് ടണ്ണാണ് നമ്മുടെ ഉൽപ്പാദനം. ഇത് ഒട്ടും തന്നെ ചോർന്നു പോകാതെയും അനാവശ്യ ഉപയോഗം ഇല്ലെന്ന് ഉറപ്പുവരുത്തിയും ഉള്ള സ്റ്റോക്കിൻ്റെ ഉത്തമ ഉപഭോഗം നമ്മുടെ സംസ്ഥാനത്ത് സാധ്യമാക്കിയിട്ടുണ്ട്. ദേശീയ ഗ്രിഡിൽ സമ്മർദ്ദം ചെലുത്താതെ ഇരിക്കത്തക്ക വിധത്തിൽ കേരളത്തിലെ ഓക്സിജൻ്റെ ബഫർ സ്റ്റോക്ക് 450 മെട്രിക് ടണ്ണായി ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ആവശ്യം കണക്കിലെടുത്ത് നമ്മുടെ ബഫർ സ്റ്റോക്കിൽ നിന്ന് ആവശ്യാനുസരണം അവിടങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനും നാം തയ്യാറായി. അങ്ങനെ കേരളത്തിനകത്തും പുറത്തുമുള്ള കോവിഡ് രോഗികളെ സംസ്ഥാനം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ബഫർ സ്റ്റോക്ക് 86 മെട്രിക് ടൺ മാത്രമാണ്. മെയ് 6 ചേർന്ന കേന്ദ്ര ഓക്സിജൻ അലോക്കേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മെയ് 10 വരെ തമിഴ്നാടിന് 40 മെട്രിക് ടൺ ഓക്സിജൻ ലഭ്യമാക്കും. എന്നാൽ അതിനുശേഷം കേരളത്തിന് പുറത്തേക്ക് ഓക്സിജൻ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടാവുക എന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചു. ആക്റ്റീവ് കേസുകൾ മെയ് 15 6 ലക്ഷമായി ഉയർന്നേക്കാം എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. അങ്ങനെ വന്നാൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നവരുടെ എണ്ണവും സ്വാഭാവികമായി ഉയരും. അപ്പോൾ 450 മെട്രിക് ടൺ ഓക്സിജൻ നമുക്ക് ആവശ്യമായി വരും. രാജ്യത്തുള്ള സ്റ്റീൽ പ്ലാന്റുകളിൽ നിന്ന് വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന നിലക്ക് അടിയന്തര ഘട്ടങ്ങളിൽ കേരളത്തിലേക്ക് മറ്റിടങ്ങളിൽ നിന്ന് ഓക്സിജൻ എത്തിക്കുക എന്നത് വിഷമകരമാവും. അതുകൊണ്ട് കേരളത്തിൽ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 219 മെട്രിക് ടൺ ഓക്സിജനും കേരളത്തിന് അനുവദിക്കണമെന്നും അതിലും അധികമായി വേണ്ടി വരുന്നത്
സ്റ്റീൽ പ്ലാന്റുകളിൽ നിന്ന് ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടു. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ എത്രയും വേഗം ക്രയോ ടാങ്കറുകൾ സംഭരിക്കണമെന്നും അവയിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ അനുവദിക്കണമെന്നും അതെത്തിക്കാനായി തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് ഓക്സിജൻ എക്സ്പ്രസ് ട്രെയിനുകൾ ഓടിക്കണമെന്നും പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കോവിഡ് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിനായി പൊതുമേഖലാ വ്യവസായ സ്ഥാപനം കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് KMML കോവിഡ് ആശുപത്രി സജ്ജമാക്കുകയാണ്. കമ്പനിക്ക് സമീപത്തെ ചവറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും സ്കൂളിൻ്റെ ഗ്രൗണ്ടിലും കമ്പനിക്ക് മുൻവശത്തെ ടൈറ്റാനിയം റിക്രിയേഷൻ ക്ലബ്ബ് പരിസരത്തുമാണ് ആരോഗ്യവകുപ്പുമായി ചേർന്ന് കോവിഡ് ആശുപത്രി തയ്യാറാക്കുന്നത്. ആദ്യഘട്ടം ചവറ ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ 100 ബെഡുകൾ ഇന്ന് ആരോഗ്യവകുപ്പിന് കൈമാറി. കമ്പനിയിലെ ഓക്സിജൻ പ്ലാന്റിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി നേരിട്ടാണ് കോവിഡ് ആശുപത്രിയിലേക്കുള്ള ഓക്സിജൻ ലഭ്യമാക്കുന്നത്. അടുത്ത ദിവസങ്ങളിലായി സ്കൂളിലെ പഴയ കെട്ടിടങ്ങളിൽ സജ്ജമാക്കുന്ന 170 ബെഡുകളും കൈമാറുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ തയ്യാറാക്കുന്ന ചികിത്സാ കേന്ദ്രം ഒരാഴ്ചക്കകം ഒരുങ്ങും. ടെൻ്റ് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. 2020 ഒക്ടോബർ 10 ഉദ്ഘാടനം ചെയ്ത പ്ലാന്റിൽ നിന്ന് ദിനംപ്രതി ഉൽപ്പാദിപ്പിക്കുന്ന ദ്രവീകൃത ഓക്സിജൻ 6 മുതൽ 7 ടൺ വരെയാണ്. ഇതുവരെ ഉൽപ്പാദിപ്പിച്ച 1200 ടണ്ണോളം ആരോഗ്യ മേഖലയ്ക്ക് വിതരണം ചെയ്തു. ഈ പ്ലാന്റിൽ 3 കോടി രൂപ ചെലവഴിച്ച് സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തി മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദനം ദിവസവും 10 ടണ്ണാക്കി വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാസ്ക് ധരിക്കാത്ത 9938 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 4680 പേർക്കെതിരെയും നിയമ നടപടി സ്വീകരിച്ചു. പിഴയായി 34,62,200 രൂപയാണ് ഇക്കഴിഞ്ഞ ദിവസം ഈടാക്കിയത്. കേരളത്തിലേക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ അയച്ചു തരാൻ പ്രവാസി മലയാളികൾ സന്നദ്ധരായി മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇക്കാര്യത്തിലുള്ള സഹായം ഏതെല്ലാം രീതിയിലാണ് ചെയ്യാൻ പോകുന്നത് എന്നത് ബന്ധപ്പെട്ടവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ആ രീതിയിൽ ചിന്തിക്കണമെന്നാണ് ഈ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പ്രത്യേക സാഹചര്യത്തിൽ വീടുകളിൽ നിന്ന് പുറത്തുപോയി
മരുന്ന് വാങ്ങുന്നത് പ്രയാസകരമായിരിക്കും. ഇത് പരിഹരിക്കുന്നതിന് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഒരു പ്രത്യേക സംഘത്തെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോൾ സെൻ്ററുകളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വളണ്ടിയർമാരും അടങ്ങുന്ന സംഘവുമായി ബന്ധപ്പെട്ടാൽ മരുന്നുകൾ വാങ്ങി വീട്ടിലെത്തിച്ചു നൽകും. ഇവരുടെ ഫോൺ നമ്പറുകൾ സമൂഹ മാധ്യമം വഴി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവശ്യ സേവനങ്ങൾക്ക് ഇത്തരം ക്രമീകരണങ്ങളിൽ ഏർപ്പെടുത്തുന്നത് വഴി പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാകും. ജില്ലാ ഓഫീസർ, ജില്ലാ കോർഡിനേറ്റർ എന്നിവർക്കാണ് ഈ ടീമിൻ്റെ പൂർണ്ണ ചുമതല. അകന്നു നിൽക്കാം, അതിജീവിക്കാം, നമ്മളൊന്ന് എന്നാണ് ഈ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യം. ഈ രീതിയിലൊരു മുൻകൈ എടുക്കാൻ തയ്യാറായ യുവജനക്ഷേമ ബോർഡിനെ അഭിനന്ദിക്കുന്നു. നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായത്തിൻ്റെ വലിയൊരു പ്രവാഹം തന്നെയാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ജീവനക്കാരും 12,61,950 രൂപ. മയ്യിൽ ഇടുഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും 10,98,314 രൂപ. വട്ടിയൂർക്കാവ് സഹകരണ ബാങ്ക് 10 ലക്ഷം, പത്തനാപുരം സർവീസ് സഹകരണ ബാങ്ക് 8 ലക്ഷം, രാമന്തളി സർവീസ് സഹകരണ ബാങ്ക് 7,21,691 രൂപ. അതിലെന്തോ ചെറിയൊരു പെശകുണ്ടോ എന്നൊരു സംശയമുണ്ട്, പിന്നീട് പറയാം കൃത്യമായിട്ട്. ഇടുക്കി കല്ലാർ സർവീസ് സഹകരണ ബാങ്ക് 7 ലക്ഷം രൂപ. ആലപ്പി ഇലക്ട്രിസിറ്റി ബോർഡ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സമാഹരിച്ച 7 ലക്ഷം രൂപ. നെടുമറ്റം സർവീസ് സഹകരണ ബാങ്ക് 5 ലക്ഷം രൂപ. ആലപ്പുഴ ഗവൺമെൻറ് സർവൻസ് സഹകരണ ബാങ്ക് 5 ലക്ഷം രൂപ. കോട്ടയം പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസ്, അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസ്, പെർഫോമൻസ് ഓഡിറ്റ് വിഭാഗം, ഇതിലെല്ലാമുള്ള ജീവനക്കാർ ചേർന്ന് 4,13,376 രൂപ. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയേഴ്സ് ഫോറവും വ്യക്തികളും ചേർന്ന് 3,67,400 രൂപ. മന്ത്രി ഇ പി ജയരാജൻ 1 ലക്ഷം രൂപ. ഡോക്ടർ ജെ മായാദേവി SNGC ചേലന്നൂർ 1 ലക്ഷം രൂപ. സബർബൻ റോട്ടറി ക്ലബ്ബ് തിരുവനന്തപുരം 1 ലക്ഷം. മാത്യു ടി തോമസും ഭാര്യ ഡോക്ടർ അച്ചാമ എലക്സും ചേർന്ന് 1 ലക്ഷം രൂപ. നോൺ ജേർണലിസ്റ്റ് പെൻഷനേഴ്സ് യൂണിയൻ 1 ലക്ഷം രൂപ. തളിപ്പറമ്പ് ഫ്രൂട്ട് സെൻ്ററിലെ KP അഷ്റഫ്, അഫ്ര പ്ലൈവുഡ്സിലെ C അബൂബക്കർ, ഇവർ 1 ലക്ഷം രൂപ. തിരുവനന്തപുരം SUT ആശുപത്രിയിലെ നിയോനാറ്റോളജിസ്റ്റ് മൃണാൽ S പിള്ള, അച്ഛൻ KS പിള്ള എന്നിവർ ചേർന്ന് 1 ലക്ഷം. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ 50,000. വേലൂർപ്പാറയിൽ ഇബ്രാഹിം മകൻ റാഫി 50,000. നെല്ലിവിള ക്ഷീരോത്പാദക സഹകരണ സംഘം 43,523. നോർക്ക റെസിഡൻസ് വൈസ് ചെയർമാൻ K വരദരാജൻ 30,000 രൂപ. കുറ്റ്യാടി വടയം സ്വദേശികളായ റിട്ടയേർഡ് അധ്യാപിക ദമ്പതികൾ KP രവീന്ദ്രൻ, GB പ്രമീള 30,000 രൂപ. ന്യൂയോർക്ക് സ്വദേശിയായ ഗ്രിഗറി 30,000. കില മുൻ ഡയറക്ടർ ഡോക്ടർ PP ബാലൻ 25,000.
പേരാമ്പ്ര പുനത്തിൽക്കണ്ടി വീട്ടിൽ PK ശ്രീധരൻ 25,000. ജോയിൻറ്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ 25,000. കണ്ണൂർ ശിവപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകൻ OK രവീന്ദ്രൻ 21,862 രൂപ. അഭയ SL വെഞ്ഞാറമൂട് 15,000 രൂപ. തിരുവല്ല മാർത്തോമ കോളേജ് AKPCT അംഗങ്ങൾ 17,600 രൂപ. കണ്ണൂർ ചിറക്കലിലെ നവവധൂവരന്മാരായ സൂര്യയും അനൂപും ചേർന്ന് 10,000 രൂപ. ഇതിൽ സാധാരണ ഇത്തരമൊരു ഘട്ടത്തിൽ മറ്റ് സ്ഥലം മാറ്റങ്ങൾ, മറ്റ് ദൂരസ്ഥലങ്ങളിലേക്കുള്ള സ്ഥലം മാറ്റങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണമെന്ന് ബാങ്കുകളടക്കമുള്ളവരോട് നമ്മൾ അഭ്യർത്ഥിച്ചല്ലോ. അത് എല്ലാവരോടും പൊതുവെ സ്വീകരിച്ചിട്ടുള്ളൊരു സമീപനമാണ്. ഏതാണ് അത്തരം സ്ഥാപനമെന്ന് കണ്ടാൽ അതിൻ്റെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടി നമുക്ക് സ്വീകരിക്കാം. ഈ നിയന്ത്രണം ശക്തമാക്കുകയാണല്ലോ. പാലക്കാട് പോലീസിനൊപ്പം ചില രാഷ്ട്രീയ യുവജന സംഘടനകളും മറ്റ് സന്നദ്ധ സംഘടനകളും ചേർന്ന് ഈ വാഹന പരിശോധന നടത്തുന്നതായിട്ട് ഒരു പരാതി സേവാഭാരതി അവരുടെ ബനിയനിലെ പേരെഴുതിയാണ് പോലീസിനൊപ്പം വാഹന പരിശോധന നടത്തിയതെന്ന് ഒരു പരാതി വന്നിട്ടുണ്ട്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത കുറവ് ഉണ്ടായതാണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ സന്നദ്ധ സംഘടനകൾക്ക് വാഹന പരിശോധനയിൽ പങ്കെടുക്കാമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? ഒരു സന്നദ്ധ സംഘടനക്കും ഈ ഔദ്യോഗിക സംവിധാനത്തോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല. സന്നദ്ധ സംഘടനകൾ ധാരാളമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരം സന്നദ്ധ പ്രവർത്തകരെ സർക്കാർ തന്നെ പൊതുവെ ക്ഷണിച്ച് രൂപീകരിച്ചിട്ടുണ്ട്. അവരുടെ സേന, കമ്മ്യൂണിറ്റി വളണ്ടിയേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. ആ അംഗങ്ങൾക്കാണ് ഇത്തരം കാര്യങ്ങളിൽ പോകാനുള്ള അനുമതി. അതോടൊപ്പം പോലീസ് വിവിധ സ്ഥലങ്ങളിൽ ആ പോലീസ് സേനയോടൊപ്പം പ്രവർത്തിക്കാനുള്ള വളണ്ടിയർമാരെ കഴിഞ്ഞ തവണയും നിയോഗിച്ചിട്ടുണ്ട്. അതേതെങ്കിലും സന്നദ്ധ സേനയിൽപ്പെട്ടവരല്ല, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തന സന്നദ്ധരായിട്ട് വരുന്ന ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമോ മറ്റേതെങ്കിലും സംഘടനയുമായി ബന്ധമോ ഉണ്ടെങ്കിൽ അതൊന്നും പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാനാവില്ല. അത്തരത്തിലുള്ള ഒരു കാര്യവും ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയുമില്ല. CM ഈ താൽക്കാലിക നിയമനത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും PSC റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ നിന്നുള്ള നിയമനം പരിഗണിക്കുന്നുണ്ടോ? PSC റാങ്ക് ലിസ്റ്റ് പ്രത്യേകം പരിഗണിക്കേണ്ട കാര്യമില്ലല്ലോ. അത് ഉണ്ടെങ്കിൽ അത് നിയമനം നടന്നു പോകുമല്ലോ. അതിനെന്താ പ്രത്യേക പരിഗണന ആവശ്യമുള്ളത്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതിന് വേഗത കൂട്ടാൻ അതെ, അതിന് വേഗത കൂടിക്കോളും സാധാരണഗതിയിൽ തന്നെ. ആ വേഗതയുടെ ഭാഗമായിട്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ഇത് പ്രത്യേക പ്രശ്നമാണ്. അത് ഒഴിവുള്ള സ്ഥാനത്തേക്കാണ് വരുന്നത്, തസ്തികയുള്ളിടത്തേക്കാണ്. ഇത് തസ്തികയുടെ ഭാഗമായിട്ടുള്ള നിയമനമല്ല പറയുന്നത്. ഇവിടെ രോഗികളുടെ എണ്ണം കൂടുന്നു, അവിടെ പരിശോധിക്കാൻ ഡോക്ടർ വേണം, അതിൻ്റെ ഭാഗമായി നേഴ്സ് വേണം, മറ്റ് സ്റ്റാഫ് വേണം. അത്തരം ആളുകൾ നമ്മളെ തസ്തികയിൽ ഇപ്പോൾ കാണില്ല. അവിടത്തേക്കുള്ള താൽക്കാലിക ജീവനക്കാരുടെ കാര്യമാണ് പറയുന്നത്. CM ഇപ്പോൾ സംസ്ഥാനത്ത് ഈ സർക്കാർ ഡോക്ടർമാരുടെ സംഘടന KGMO ഒരു പരാതി CM-ന് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. നിരവധി നിർദ്ദേശങ്ങൾ, അതോടൊപ്പം നിരവധി ആവശ്യങ്ങളും. അതായത് ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം, തദ്ദേശ സ്ഥാപനങ്ങളിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലും വിരമിച്ച ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ജോലിഭാരം കുറയ്ക്കണം, അത്തരത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. CM-ന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് പരിശോധിക്കുന്നത്. അത്തരം നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു സംഘടന നിർദ്ദേശം നൽകുന്നത് പുതുമയുള്ള കാര്യമല്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് നൽകുമല്ലോ. അതിനാവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണല്ലോ. അപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഇത്തരം സംഘടനകളും മറ്റുമൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുകയാണ്. ആ നിലക്ക് നമുക്ക് കാര്യങ്ങൾ നോക്കാം. CM ഈ വാക്സിൻ്റെ മുൻഗണന സംബന്ധിച്ച് ഒരുപാട് ആവശ്യം CM-നോട് ചോദിക്കണം ഞങ്ങളോട് പറയുന്നത്. ഈ ഗ്യാസുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു വാക്സിനിലൊരു പ്രിഫറൻസ് കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ തന്നെ ഈ ഒളിമ്പിക്സിന് വേണ്ടിയുള്ള പരിശീലനം ഇപ്പോൾ പലയിടത്തും മുടങ്ങിയിരിക്കണം. അപ്പോൾ ഒളിമ്പിക്സ് നടക്കുമെന്നുള്ളൊരു സാഹചര്യമുള്ള അപ്പോൾ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പരിശീലനത്തിന് അനുമതിയോ മറ്റോ കായിക താരങ്ങൾക്ക് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം കൂടി അവർ ആവശ്യപ്പെടുന്നുണ്ട്. വാക്സിൻ നമ്മളെല്ലാവർക്കും നൽകുക എന്നുള്ളതാണല്ലോ നമ്മുടെ നയം. അപ്പോൾ വാക്സിൻ ലഭ്യമാകുന്ന മുറക്ക് എല്ലാവർക്കും കിട്ടും. ഇപ്പോൾ കിട്ടുമ്പോൾ ആർക്ക് ആദ്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതിനൊരു മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഈ മുൻനിര പ്രവർത്തകരായിട്ടുള്ള ഒട്ടേറെ വിഭാഗങ്ങളാണ് പെട്ടിട്ടുള്ളത്. അതിലേതെങ്കിലും വിഭാഗത്തിന് പ്രത്യേക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകമായിട്ട് പരിശോധിക്കാം. CM മറ്റൊരു ചോദ്യം, ഈ സത്യപ്രതിജ്ഞ സംബന്ധിച്ച് സ്ഥലം ആയിട്ടുണ്ടോ? അതിൻ്റെ തീയതി ആലോചിക്കാൻ പോകുന്നേ ഉള്ളൂ. അത് പിന്നീട് അറിയിക്കാം. അപ്പോൾ നമുക്ക് നാളെയാകാം, പിന്നെയാകാം.